പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മാറിമറിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ചരിത്രം തന്നെ മാറാൻ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അവളുടെ പേര് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ആ നാട്ടുകാർ അവളെ വിളിച്ചിരുന്നത് പാപിനിയായ ഒരു സ്ത്രീ എന്നായിരുന്നു. അവൾ യേശുവിനെ കാണാൻ വന്നത് എന്തെങ്കിലും ആവശ്യപ്പെടാനോ തന്റെ പരാതി പറയാനോ അല്ല. അവൾ അവിടെ വന്നത് ഒരു കുപ്പി വിലയേറിയ പരിമള തൈലവുമായിട്ടായിരുന്നു. അവൾ അവിടെ യേശുവിന്റെ കാൽ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി മുടി കൊണ്ട് തുടച്ച് ആ തൈലം യേശുവിന്റെ കാൽക്കൽ പുരട്ടി. ലോകം അവളുടെ പാപങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ യേശു കണ്ടത് അവളുടെ സ്നേഹമായിരുന്നു. അവൾ ഒരുപാട് സ്നേഹിച്ചു, അതുകൊണ്ട് അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നാണ് യേശു അവിടെ വെച്ച് പറഞ്ഞത്. ലോകത്ത് എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയൊക്കെ അവൾ ചെയ്ത ഈ പ്രവൃത്തിയും പ്രസ്താവിക്കപ്പെടും എന്നും യേശു അവിടെ വെച്ച് പറയുന്നുണ്ട്. ലോകം അവളെ പാവി എന്ന് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ അവൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്തൊരു മാന്യത നൽകുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാസ്റ്റ് എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധത്തിന്റെയോ നാണക്കേടിന്റെയോ കുറ്റബോധം പേറി ജീവിക്കുന്നവരാണോ നിങ്ങൾക്ക് മറ്റാരെക്കാട്ടിലും അധികമായിട്ട് യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? അതുവഴി നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.